ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട ഭാഗ്യത്തിനായി ദൈവത്തിന് വളരെയധികമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ ആയുസ്സിനോട് ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് കൂട്ടി തന്നല്ലോ. ആ ദൈവത്തിൻ്റെ വലിയ കരുണയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രഭാതത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ്. അതുപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ് പ്രഭാതം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിൽ നാം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ വാണുവാൻ കഴിയുന്ന യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഒരു പ്രഭാത പ്രാർത്ഥന ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിന് തുടക്കമായാലും നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന സകല പ്രവൃത്തികളുടെയും തുടക്കത്തിൽ ദൈവാശ്രയത്തോടുകൂടെ ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മളുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരനുഭവമാണ്. ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ തന്നെ. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണം. അതുപോലെ രണ്ടാമതായി നമ്മൾ കണ്ടത്, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഒരുക്കം വേണം. നമ്മുടെ ജീവിതത്തിൽ ഏതിൻ്റെയും തുടക്കം, എന്തിൻ്റെയും തുടക്കം, ജോലിയുടേതാകട്ടെ, യാത്രയുടേതാകട്ടെ, ഒരു ദിവസത്തിൻ്റെ തുടക്കമായിക്കൊള്ളട്ടെ, ഏതിൻ്റെയും തുടക്കം ഒരു പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ധന്യ നിമിഷമാണ്, അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. ഇവിടെ ഭക്തൻ പറഞ്ഞു, ഞാൻ രാവിലെ അങ്ങയ്ക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഒരുക്കി കാത്തിരിക്കുക. അപ്പോൾ എന്തിനാണ് ഒരുക്കി കാത്തിരിക്കുന്നത്? പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ ഒരുക്കി കാത്തിരിക്കുന്നു. എന്തിനാ? ഒരു അനുഗ്രഹത്തിനായി. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രവൃത്തികളുടെയും തുടക്കം അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായി തീരുവാൻ ഞാൻ ഒരുക്കി കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്നൊരു ഭക്തൻ ഒരുക്കി കാത്തിരിക്കുന്ന, ഒരുങ്ങി കാത്തിരിക്കുന്ന, അവിടെ നമുക്കൊരു ആശയവും കൂടെ കാണുവാൻ കഴിയുന്നു. അവൻ ജീവിതത്തിൻ്റെ പ്രഭാതങ്ങളിൽ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുക്കപ്പെട്ട ഒരനുഭവം. ഒരു പ്രഭാതത്തിൽ ദൈവികമായ ധന്യ നിമിഷങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്ന, ഒരുങ്ങിക്കാത്തിരിക്കുന്ന, തന്നെ തന്നെ ഒരുക്കുന്ന ഒരനുഭവം. ഒരുങ്ങുക എന്ന് പറയുന്നത് ഇവിടെ ഭക്തൻ ഉദ്ദേശിച്ചത് നല്ല വസ്ത്രം ധരിച്ച്, നല്ല പൗഡറൊക്കെ ഇട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭൗതികമായുള്ള ഒരുക്കത്തിനപ്പുറത്തായിട്ട്, അതൊക്കെ പുറമെയുള്ള എക്സ്റ്റേണൽ ഒരുക്കങ്ങളാണ്. എന്നാൽ ഇവിടെ ഭക്തൻ ഉദ്ദേശിച്ചതല്ല. തൻ്റെ ജീവിതത്തെ, തൻ്റെ ആന്തരിക അനുഭവങ്ങളെ ഒന്നൊരുക്കപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, തൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചകളെ കണ്ടറിഞ്ഞ് ഒന്നുകൂടെ ഒരുങ്ങി തയ്യാറായി, ഇനിയൊരു പരാജയമുണ്ടാകാതെ, ഇനിയൊരു തകർച്ച ഉണ്ടാകാതെ, ഒന്നുകൂടെ ഒരു വളരെ കഴിഞ്ഞ നിമിഷങ്ങളെക്കാൾ, കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കുറച്ചുകൂടെ ശക്തിയോടെ, വളരെ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഒന്ന് ഒരുക്കുകയാണ്. ഒരുക്കി കാത്തിരിക്കുന്ന, തന്നെ തന്നെ ഒരുക്കുന്ന. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കുന്നു.
കർത്താവിൻ്റെ മണവാട്ടിയായ സഭ തന്നെത്താൻ ഒരുക്കുകയാണ്. ആരും നമ്മളെ ഒരുക്കാനില്ല, നമ്മൾ ഒരുങ്ങണം. നമ്മളെ സ്വന്തം നമ്മുടെ ഭൗതികമായ വിവാഹത്തിന് നമ്മളെ ഒരുക്കുവാൻ ആൾക്കാരുണ്ട്, ബ്യൂട്ടി പാർലറുകളുണ്ട്, അങ്ങനെ ഒരുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഇവരൊന്നും പോരാ. നാം നമ്മെ തന്നെ ഒരുക്കണം. ഒരു പ്രഭാതത്തിൽ വിടുതലനായി ഒരുങ്ങി കാത്തിരിക്കുന്നത് പോലെ, ഒരുക്കി കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിലയിലും നമ്മളെ തന്നെ ഒരുക്കുവാൻ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകലക്ഷണങ്ങൾ, ലോകസംഭവങ്ങൾ വിളിച്ചു പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആ വരവിന് വേണ്ടി ഒരുങ്ങാം, നമ്മെ തന്നെ ഒരുക്കാം, അനേകരെ ഒരുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.